ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ പ്രധാന കഥാപാത്രമായ ജോർജ് കുട്ടിയും കുടുംബത്തെയും പോലെ തന്നെ പ്രേക്ഷകർക്ക് സുപരിചിതമാണ് അവരുടെ വീടും. മലയാള സിനിമയുടെ പ്രിയ ലൊക്കേഷനിൽ ഒന്നായ തൊടുപുഴയിലാണ് ഈ വീട്. വഴിത്തലയ്ക്ക് അടുത്ത് കെ ജോസഫ് എന്ന കർഷകന്റെ വീടാണ് ജിത്തു ജോസഫ് ജോർജ് കുട്ടിയുടെ വീടായി മാറ്റിയത്. ഒരു കേബിൾ ടി വി ഓപ്പറേറ്ററിൽ നിന്ന് ചലച്ചിത്ര നിർമ്മാതാവായി മാറിയ ജോർജ് കുട്ടിയുടെ വളർച്ചയ്ക്കൊപ്പം ഈ വീടും വളർന്നിട്ടുണ്ട്. 2013 പുറത്തിറങ്ങിയ ദൃശ്യത്തിന് ശേഷം 2021 എത്തിയ രണ്ടാം ഭാഗത്തിനും ഈ മാസം 21 എത്തിയ മൂന്നാം ഭാഗത്തിനും വേണ്ടി വീട് മോടി പിടിപ്പിക്കാനൊക്കെയായിരുന്നു അണിയറ പ്രവർത്തകർ. എന്നാൽ ചിത്രത്തിലെ ഒരു കഥാപാത്രം പോലെ നിലകൊള്ളുന്ന ഈ വീടിന് ലഭിച്ച പ്രതിഫലം എത്രയായിരിക്കും? ചിത്രത്തിന്റെ റിലീസിന് അനുബന്ധിച്ച് കൊടുത്ത ഒരു അഭിമുഖത്തിൽ കെ ജോസഫ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദൃശ്യം ആദ്യ ഭാഗത്തിന്റെ ചിത്രീകരണത്തിന് മുമ്പ് വീട് അതിനുവേണ്ടി തരാമോ എന്ന് ചോദിച്ചെത്തിയത് സംവിധായകൻ ജിത്തു ജോസഫ് തന്നെയായിരുന്നു. ദൃശ്യം ആദ്യ ഭാഗത്തിന്റെ ചിത്രീകരണ സമയത്ത് വീട്ടുവാടക ഇനത്തിൽ അണിയറക്കാർ പ്രതിദിനം നൽകിയിരുന്നത് 6,000 രൂപയായിരുന്നു എന്ന് കെ ജോസഫ് പറയുന്നു. 8 വർഷത്തിന് ശേഷം രണ്ടാം ഭാഗം ചിത്രീകരിക്കുമ്പോൾ വാടക പ്രതിദിനം 10,000 ഉയർന്നു. മൂന്നാം ഭാഗത്തിലേക്ക് എത്തിയപ്പോൾ അത് പ്രതിദിനം 15,000 ആയി ഉയർന്നു. 13 ദിവസമായിരുന്നു മൂന്നാം ഭാഗത്തിന്റെ പ്രതികരണം. അതായത് ദൃശ്യം 3 അതിന്റെ ചിത്രീകരണത്തിന്റെ ഭാഗമായി വീട്ടുടമയ്ക്ക് നിർമ്മാതാവ് നൽകിയത് 1,95,000 രൂപയാണ്. ഒപ്പം ചിത്രീകരണത്തിനായി ചില മിനുക്കുപണികളും അവർ നടത്തിയിട്ടുണ്ട്. 1977 പണിത വീടാണിത്. അതായത് 49 വർഷം പഴക്കമുണ്ട്. അതേസമയം ദൃശ്യം 3 ആഗോള ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുകയാണ്. ഇതിനകം 220 കോടിയാണ് ചിത്രം നേടിയത്. അതേസമയം നാലാം ഭാഗം ഉണ്ടാകുമോ എന്നറിയാൻ കാത്തിരിപ്പിലാണ് ആരാധകരും. അതേക്കുറിച്ച് ഔദ്യോഗികമായി അണിയറക്കാർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടുമില്ല.